السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. നിസ്കാരം കസറാക്കുന്നതിന് സംബന്ധിച്ചാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. അതിന് മുണ്ടിച്ചിയമാക്കുമ്പോൾ കസറിന് പ്രത്യേകത്ത് നേരത്തെ ജറാവിൽ തന്നെ രണ്ടൊക്കെ കസറാക്കുന്ന കരുതുക. പൂർണ്ണമായി നിസ്കരിക്കുന്നതോട് തുടരാതിരിക്കുക. ഇടയ്ക്ക് ഞാൻ പൂർത്തിയാക്കണോ കൊണ്ട് സംശയിക്കാതിരിക്കുക. നിസ്കാരം കഴിയുന്നവരെ യാത്രയിലാകുക. രണ്ടാമത്തെ കാലത്ത് അസറ്റ് പകുതിയാകുന്നതിനിടയിൽ നമുക്ക് യാത്ര നിർത്തിയാലോ നാലൊക്കെ നിസ്കരിച്ചാലോ എന്ന് സംശയിച്ചാൽ പിന്നെ നാലെണ്ണം പൂർത്തിയാക്കും. അതാണ് കസറിന്റെ ഷർത്ത്. ആ ഉണ്ടിച്ചിയമാക്കുമ്പോൾ ളുഹ്ർ ആദ്യം തന്നെ നിസ്കരിക്കണം, എന്നിട്ടേ അസർ നിസ്കരിച്ചുള്ളൂ. തഖ്ദീമിന്റെ ആദ്യം തന്നെ അതിന് തർത്തീബ് ആദ്യം ളുഹ്ർ നിസ്കരിക്കുക, പിന്നെ അസർ നിസ്കരിച്ചുകൊണ്ട തന്നെ. പിന്തിച്ചിയമാക്കുമ്പോഴോ അതിന്റെ ഷർത്ത്, മുന്തിച്ചിയമാക്കുന്നതിന്റെ ഷർത്ത് അത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഞാൻ ഓർക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. മുന്തിച്ചിയമാക്കുകയാണെങ്കിൽ ആദ്യം അസറിന്റെ സമയം ളുഹറിന്റെ സമയത്ത് അസർ നിസ്കരിക്കാം, മഗ്രിബിന്റെ സമയത്ത് ഇശാ നിസ്കരിക്കാം. ഇതാണ് മുന്തിച്ചിയമാക്കൽ. അപ്പൊ അതിനെന്ത് വേണം? ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഒരാൾ യാത്രക്കാരനാ വയ്ക്കുന്ന ളുഹർ നിസ്കരിച്ച അസലും നിസ്കരിച്ചായില്ല. എടാ ഇപ്പം അസറിന് മുന്തിച്ചിട്ട് നിസ്കരിച്ചൂടെ? എന്നാ പിന്നെ ഞാൻ വേഗം നിസ്കരിക്കുന്നു, പറ്റൂല. മുന്തിച്ച് എമ്മാക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരം തീരുന്നതിന് മുമ്പ് ഞാൻ അസറിനെ മുന്തിക്കുന്നതെന്ന് കരുതണം. അത് നിയത്ത് ചെയ്യുമ്പോൾ തന്നെ കരുതലാണ് നല്ലത്. എല്ലാം തുടക്കത്തിൽ തന്നെ കരുതൽ നല്ലത്. അസർ മുന്തിച്ചുകൊണ്ട് ളുഹർ 2 റക്അത്ത് അസറായി നിസ്കരിക്കുന്നു. സലാം വീട്ടിയ ഉടനെ ഇക്കാമത്ത് കൊടുത്തിട്ട് അസർ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പൊ മുന്തിച്ചിയമാക്കുന്നതിന്റെ ഷർത്ത് ആദ്യത്തെ നിസ്കാരം തീരുന്നതിന് മുമ്പ് ഞാൻ ജമാക്കുന്നു കരുതുക. അതോടുകൂടി കസറും പറ്റും. രണ്ടിൻ്റെ ഇടയിൽ തർത്തീബ് ഉണ്ടാവുക, തുടർച്ചയായി കൊണ്ടുവരിക, അധികം താമസിക്കാതിരിക്കാം. ഇതാണ് മുന്തിച്ചിയമാക്കുന്നത്. പിന്തിച്ചിയമാക്കുന്നതിന്റെ ഷർത്തോ, പിന്തിച്ചിയമാക്കുകയാണെങ്കിൽ അതിന്റെ ഷർത്ത് എന്താ? ളുഹറിനെ അസറിലേക്ക് ബന്ധിക്കുന്നു, മഗ്രിബിനെ ഇശാക്കേക്ക് ബന്ധിക്കുന്നു. എന്നാൽ എന്ത് വേണം എന്ന് പറഞ്ഞാൽ, ളുഹറിനെ അസറിലേക്ക് ബന്ധിക്കുന്നുവെങ്കിൽ അസർ വാങ്ങു കൊടുക്കുന്നതിന് മുമ്പ് ഈ ളുഹർ നിസ്കരിക്കാൻ സമയമുള്ളപ്പോ, ളുഹർ ഏറ്റവും ഫർദത്ത് നിസ്കരിക്കാൻ സമയമുള്ളപ്പോ അസർ വാങ്ങു കൊടുക്കുന്നതിന് ളുഹർ ഖളാകുന്നതിന് മുമ്പ് ഞാൻ ളുഹറിനെ പിന്തിക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് 11 മണിക്ക് ട്രെയിൻ കയറി അങ്ങ് ഉറങ്ങിപ്പോയി, അസർ വാങ്ങി കൊടുത്ത് നേരെ ഉറക്കി കിട്ടിയ. എന്നാ പിന്നെ ളുഹറും അസറും കൂടി ഞാൻ ബന്ധിച്ച് എമ്മാക്കാന്നുള്ള പ്രശ്നമില്ല. ഈ ളുഹർ ഖളായി. പിന്നെ വാങ്ങി കൊടുക്കുന്ന അസർ 12 മണിക്ക് മുമ്പേ ഉറങ്ങി 5 മണിക്ക് ഉറക്കി കിട്ടിയ നിസ്കാരം ഖളായി പോയാൽ കുറ്റമില്ല. ഉറക്കൊണ്ട് ഖളായി പോയാൽ കുറ്റമില്ലല്ലോ. പിന്നെ അവിടെ ജമ്മില്ല. ളുഹർ ഖളായി നിസ്കരിക്കാം, പിന്നെ അസർ എന്താക്കാം, 2 റക്അത്ത് അസറായി നിസ്കരിക്കാം. അപ്പൊ മുന്തിച്ച് ജമാക്കുന്നതിന്റെ ഷർത്ത് ളുഹറും അസറും കൂടി ളുഹറിന്റെ സമയം. മഗ്രിബ് വാങ്ങി കൊടുത്ത ഉടനെ മഗ്രിബ് നിസ്കരിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു. എന്നാ അതിന്റെ ഷർത്ത് ആദ്യത്തെ നിസ്കാരം കഴിയുന്നതിന് മുമ്പേ, എന്റെ വാക്കിൽ കറുപ്പ് പറ്റിയിട്ടുണ്ട്. മുന്തിച്ചിയമാക്കുന്നതിന്റെ ഷർത്ത് ആദ്യത്തെ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ചിയമാക്കുന്നത് കരുതുക. ഉടനെ സലാം 2 റക്അത്ത് അസറായി നിസ്കരിക്കുക. സലാം വീട്ടിയ ഉടനെ ഇക്കാമത്ത് കൊടുത്ത് അസർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇശാ 2 റക്അത്ത് നിസ്കരിക്കുന്നു. വഴിക്ക് വഴിയാകാം, തുടരാകാം. പിന്തിച്ചിയമാക്കുമ്പോൾ അതിന്റെ ശ്രദ്ധ പറഞ്ഞത് ളുഹറിനെ ഇപ്പൊ നിസ്കരിക്കുന്നില്ല, അതിപ്പോ നിസ്കരിക്കാതിരിക്കുക. ഉദാഹരണമായിട്ട് നമ്മള് ളുഹർ വാങ്ങുന്നതിന് മുമ്പാണ് ട്രെയിൻ കയറുന്നത്. പിന്നെ ഉച്ചക്ക് തന്നെ വണ്ടി ഓട്ടാണ്. വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് അരമണിക്കൂർ സ്റ്റോപ്പ് ഉണ്ടാവും. 4 മണിക്ക് 5 മണിക്ക് വന്നാൽ നമ്മൾ എന്താക്കാം, വണ്ടിയിൽ നിസ്കരിക്കാൻ ഇറങ്ങാൻ വിഷമില്ല. അപ്പൊ വണ്ടിയിൽ നിന്ന് അസർ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് കരുതുക, ഇൻഷാ അല്ലാഹ് ളുഹർ നമുക്ക് അടുത്ത് അസറിലേക്ക് പിന്തിച്ചിയമാക്കാൻ കരുതി എന്ന് കരുതിയാൽ മതി. അസറിന്റെ സമയത്ത് അസറിന് ശേഷം മഗ്രിബ് എവിടെയാ ട്രെയിൻ നിർത്തുന്ന സൗകര്യം, അവിടെ നിന്ന് ളുഹറും അസറും കൂടി പിന്തിച്ചിയമാക്കാം. ഇതിനെന്ത് വേണം? ആദ്യത്തെ നിസ്കാരം ഖളാവുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ സമയമുള്ള സമയം ഞാൻ പിന്തിച്ചിയമാക്കുന്നത് എന്ന് കരുതണം. അത് കരുതാതിരുന്നാൽ കുറ്റക്കാരനായി. ഉറക്കോട് കൂടിയാണെങ്കിൽ കുറ്റത്തിന് ഒഴിവാകും മാത്രം. അത് പദ്യമെന്ന് പറയില്ല. അപ്പൊ പിന്തിച്ച് ജമാക്കുമ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് പിന്തിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ ഷർത്ത്. പിന്നെ ആദ്യം അസർ നിസ്കരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചടി സമയമായി പോയാൽ കുഴപ്പമില്ല. ആദ്യത്തെ നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ്
ഞാൻ പിന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതുക. ഇതാണ് പിന്തിച്ച് ജമാക്കുന്നതിന് ശബ്ദം. ഈ ജമാക്കുന്നിടത്തല്ല 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് കസറായിട്ട് ഒന്നിച്ചെന്നാക്കാം, നിസ്കരിക്കാം. ഇങ്ങനെയാണ് ജമ്മു കസറിന്റെ മൊത്തത്തിലുള്ള. അത് ഞാൻ അവസരം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമയാണ് യാത്രയെങ്കിൽ ജുമാന്റെ കൂടെ തന്നെ സലാം വിട്ടുന്നതിന് മുമ്പ് ഞാൻ അസറിനെ മുന്തിരിക്കുന്നതെന്ന് കരുതിയാൽ ജുമാക്ക് ഇമാമ സലാം വിട്ട് ഉടനെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വയ്ക്കും, എല്ലാം കാമത്ത് കൊടുത്തിട്ട് അസർ 2 റക്അത്താണ് ദ്വാ കഴിയാൻ നിൽക്കരുത് മാത്രം. അങ്ങനെ ഖളായിപ്പോയ നിസ്കാരം അതായ നിസ്കാരത്തിനാണ് ജമ്മു കസും. നാട്ടിൽ നിന്ന് മംഗലത്തിൽ നിന്നുള്ള നിസ്കാരം കുറച്ച് നിസ്കാരം ഖളായിട്ടുണ്ട്. അത് യാത്രയിൽ എല്ലാ നൂറും അസറും ഈ 2 റക്അത്ത് പറ്റില്ല. അല്ലെങ്കിൽ യാത്രയിൽ നിന്ന് നിസ്കാരം ഖളായിപ്പോയി നാട്ടിൽ വന്നിട്ട് കസറാക്കാൻ പറ്റില്ല. അതാ ആയ നിസ്കാരം കസർ. മറിച്ച് യാത്രയിൽ ഖളായിപ്പോയ നിസ്കാരം യാത്രയിൽ ഖളാ വിട്ടുന്നു. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ളുഹറിനെ പിന്തിച്ച് എമ്മാക്കണ്ടെടുത്ത് അസർ വാങ്ങി കൊടുക്കുന്നതിന് ഞാൻ മുമ്പ് പിന്തിക്കാൻ കരുതിയിട്ടില്ല, ഖളായിപ്പോയി. എന്നാൽ അസർ വാങ്ങിയ ശേഷം ളുഹർ 2 റക്അത്ത് നിസ്കരിക്കാം. യാത്രയിൽ ഖളായത് യാത്രയിൽ ഖളാ വിട്ടാം. യാത്രയിൽ ഖളായിപ്പോയ നിസ്കാരം യാത്രയിൽ തന്നെ ഖളാ വിട്ടാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാവുന്നതാണ്. പിന്നെ ഈ നിസ്കാരം ഒരാൾ ളുഹറും അസറും കൂടി പിന്തിച്ച് ജമാക്കി. അങ്ങനെ പറ്റുള്ളൂ. ചില സമയത്ത് ളുഹറും അസറും കൂടി പിന്തിച്ച് ജമാക്കിയിട്ട് രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് യാത്ര കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആ ജമ്മ ബാത്തിലാവൊന്നുമില്ല. അല്ലെങ്കിൽ മുന്തിച്ച് ജമാക്കി സമയം കഴിഞ്ഞ യാത്ര കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പരസ്യ കസറാക്കുകയാണെങ്കിൽ നിസ്കാരം കഴിയുന്നവരെ യാത്രയിൽ തന്നെ ആവണം. റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് താമസിക്കുന്നവരാണെങ്കിൽ അസർ മുന്തിച്ച് ജമാക്കുന്നത് വണ്ടിയിലാ നിസ്കരിക്കുന്ന കൂട്ടാ. വണ്ടിയിൽ ഫർദ് നിസ്കാരം പറ്റൂല, വണ്ടി നിർത്തിയിരിക്കുന്നു, നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നിസ്കരിക്കുന്നു, എന്നാ അവിടെ നിന്ന് ഇതാക്കാൻ പറ്റില്ല, കസർ പറ്റൂല. യാത്ര ജമാക്കണമെങ്കിൽ നിസ്കാരം കഴിയുന്നവരെ യാത്രയിൽ തന്നെ ആവണം. ഇത്തരം വിഷയങ്ങളാണ് ജമ്മു കസറിനോടുകൂടി മനസ്സിലാക്കാറുള്ളത്. പിന്നെ തേമം ചെയ്ത് നിസ്കരിക്കുന്ന ആർക്കും ജമ്മം കസർക്ക് കിട്ടും. വെള്ളം ഉപയോഗിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, എന്നാൽ തേമം ചെയ്ത് നിസ്കരിക്കുന്നു അവർക്കും നിസ്കാരം ജമ്മം കസറും ആക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാണ്ട് യാത്രക്കാരല്ലാത്തവർക്ക് ഒരു നിസ്കാരം ജമ്മുണ്ട്, കസറില്ല. അതേതാ? രോഗം കൊണ്ടും മഴ കൊണ്ടുള്ള ജമ്മ് നമുക്ക് ആവശ്യമില്ല. അത് ജമാക്കുള്ള ജമ്മ് നിസ്കാരത്തിൽ ജമാഅത്തിന് ദൂരെ നിന്ന് വഴിയിലേക്ക് പോകുന്ന ആൾക്ക് മഴയും കൊണ്ട് നടക്കേണ്ട സത്യാജമുള്ളൂ. അതുകൊണ്ട് രോഗം കൊണ്ടുള്ള ജമ്മ് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുറെ കാലം ദീർഘമായി കിടക്കുന്ന സമയത്ത് നിസ്കാരം എന്താക്കുക, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ആ നിസ്കാരം ളുഹറും അസ്റും കൂടി ഒരേ സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ളുഹറിനെ ഞാൻ ഉദാഹരണമായിട്ട് അത് മുന്തിച്ചേമാക്കലോ നല്ലത് പിന്തിച്ചേമാക്കലോ നല്ലത്, അത് രോഗിന്റെ സൗകര്യം പോലെ. പനികൾ പോലുള്ള രോഗം ചിലപ്പോൾ അസ്ർ 4 മണി ആ പനി ഇങ്ങോട്ട് വരും, വേറെല്ലാം പനിയും. എന്നാൽ ഒരിക്കൽ നല്ലത് ളുഹറിന്റെ സമയത്ത് തന്നെ ളുഹറും അസ്റും കൂടി പിന്തിച്ചേമാക്കാം. പിന്നെ മധുരമില്ല രാത്രി 7 മണി 8 മണി നമുക്ക് പനി വരുന്ന രോഗിയാണെങ്കിൽ പിന്തിച്ചേമാക്കാം. അല്ല, ആദ്യത്തെ സമയത്ത് കുറച്ചധികം ക്ഷീണം തോന്നുന്നു, രോഗം പെട്ടെന്ന് പ്രായമില്ലാകുമ്പോൾ ചില ക്ഷീണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഒരു വാങ്ങും ഭയങ്കര ക്ഷീണം കാണുന്നത് ബോധയിലുണ്ട്, ശരിക്കും എണീക്കാൻ വളരെ ക്ഷണിപ്പിക്കാൻ കൊടുക്കാൻ കുറച്ച് വിഷമമാണ്. എന്താക്കാൻ ഞാൻ പിന്തിച്ച് എമ്മാക്കുന്നില്ല. ഇത് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ നിത്യം നിസ്കരിക്കുന്ന നമ്മളെ മാതാപിതാക്കളൊക്കെ രോഗത്തിലായി കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ 15 വയസ്സ് മുതൽ കൃത്യമായി നിസ്കരിച്ച അവസാനം 5-6 മാസം തീരെ നിസ്കാരം ശരയ്യായ ഇതില്ലാണ്ട് കളായിപ്പോന്ന ഒരു കുറ്റകരമായ അവസ്ഥ നമ്മളത്തിൽ വന്നുകൊണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. ഇതൊന്നും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ഉസ്താദുകൾ പറയുമ്പോഴും നടപ്പിലാവില്ല. നമ്മളെ ഉപ്പയോ നമ്മളെ ഉമ്മയോ ആരെങ്കിലും കിടന്നായാൽ അവർ 5 വക്തിൽ ഉരുവെടുത്ത് നിസ്കരിക്കാനായിട്ടാണ് ജീവിതത്തിൽ ഗൾഫിൽ പോകാണ്ട് വേറെ ജോലി ചെയ്യാണ്ടാണ് നിസ്കരിക്കാൻ സാധിക്കുമോ? എന്നിരുന്നാലും കുറെയൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഞ്ഞിയും ചോറും ഭക്ഷണവും മരമൊത്തുള്ള ശല്യമില്ലേ. ഉദാഹരണമായിട്ട് ഉച്ചക്ക് നമ്മൾ ഗൾഫിൽ എല്ലാവരും എത്തില്ല, ഉച്ചക്ക് ഉമ്മ കൂസിപ്പോയി എല്ലാം ഉപ്പാക്ക് വറ്റണോ, അന്ന കൈ കൊടുക്കണ്ടേ, ആ എന്നാ ഉപ്പ ഒരു വന്നിട്ടേ
ഇപ്പൊ ഒന്നും അങ്ങനത്തെ ആ കഴുകലിൽ കുളിക്കുന്ന മൂത്രം കഴുകണം. ആ സമയത്ത് ഒന്നും കൂടുതലിപ്പ അസന്റെ മുന്തിച്ച് എണ്ണായിക്കും. അവിടെ കസലില്ല, ഇരുന്നിട്ടോ കിടന്നിട്ടോ മുന്തിച്ച് എണ്ണാക്കാം. അതുപോലെ പിന്തിച്ചും ജമ്മാക്കാം. അതുപോലെ മകനും വിഷയം ആ രോഗിയുടെ ആ പരിപാലിക്കുന്നവരുടെ സൗകര്യം പോലെ നിസ്കാരം പിന്തിച്ചും മുന്തിച്ചും ജമാക്കൽ ശറയിൽ അനുവദനീയമാണ്. ആ മസാല എല്ലാവരും ബന്ധുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ഈ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കാരണം ദീർഘകാലം 15 വയസ്സ് മുതൽ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരം കഥായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ